നിങ്ങളോട് സംസാരിക്കാതെ ഒരാൾക്ക് ദിവസങ്ങളോളം ഇരിക്കാമെങ്കിൽ അവരില്ലാതെ നിങ്ങൾക്ക് എന്നേക്കുമായി പോവാനുള്ള സമയമായി എന്നർത്ഥം. എപ്പോഴും പരാതിപ്പെടുന്നത് നിങ്ങൾ എത്രത്തോളം ദുർബലരാണെന്ന് കാണിക്കുന്നു. നീയെല്ലാം അവർക്ക് ഒരു ഓപ്ഷൻ ആവുമ്പോൾ അവർക്ക് ഒരിക്കലും മുൻഗണന നൽകരുത്. നിങ്ങളുടെ അടുത്തേക്ക് ഓടാത്ത ഒരാളെ പിന്തുടരരുത്. നിങ്ങൾക്ക് ഒരു മോശം തീരുമാനമെടുക്കണമെങ്കിൽ എല്ലാവരുടെയും അഭിപ്രായം ശ്രദ്ധിക്കുക. അകലം ആരെ നിർത്തണമെന്നും ആരെ പോകാൻ അനുവദിക്കണമെന്നും കാണിക്കുന്നു. ഓർക്കുക, അവർക്ക് വേണമെങ്കിൽ അവർ ചെയ്യുമായിരുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ വളരെ വലുതാണെന്ന് ചെറിയ മനസ്സുകളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, ആരെങ്കിലും നിങ്ങളെ വിലമതിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകില്ല. ഒരു വ്യക്തിയുടെ മുൻഗണന അവരുടെ പ്രവർത്തികളിൽ പ്രതിഫലിക്കുന്നു, അവരുടെ വാക്കുകളിലല്ല. നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനെ ശ്രദ്ധിക്കുന്നതിനേക്കാളും വേറെ ഒന്നും സമാധാനം നൽകില്ല. ജീവിതം തിരക്കിലാണെങ്കിൽ പോലും ശരിയായ ആളുകൾ കൂടെ നിൽക്കുന്നു. നിങ്ങൾ നിലവിലുണ്ടെന്ന് ആരെയെങ്കിലും ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്വയം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം മറ്റുള്ളവരുടെ സാധൂകരണം കുറവ് മതി. അവഗണിക്കുന്നത് വൈകാരിക പീഡനത്തിൻ്റെ ഒരു രൂപമാണ്. അത് സഹിക്കരുത്. ഉപദേശം തേടാൻ വേണ്ടത്ര മിടുക്കനാകുക, പക്ഷേ ശരിയായ വ്യക്തിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടത്ര ജ്ഞാനം വേണം. നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്താൻ ഭയം ഒരിക്കലും അനുവദിക്കരുത്. നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും നിങ്ങളെ താഴ്ന്നതാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്ന ആരെയും നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല. ഏറ്റവും മോശം വികാരം എന്തെന്നാൽ നിങ്ങൾ ഒരിക്കലും അവഗണിച്ചിട്ടില്ലാത്ത ഒരാൾ തിരിച്ചു നിങ്ങളെ അവഗണിക്കുന്നു. ചിലപ്പോൾ സന്ദേശമൊന്നുമില്ല എന്നത് ഒരു സന്ദേശമാണ്. നിങ്ങൾ എനിക്ക് പ്രശ്നമില്ലെന്ന് പറയാനുള്ള ഒരു ഭീരുത്വം മാത്രമാണ് ഗോസ്റ്റിംഗ്. അവർക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്കായി മാത്രം സമയം നൽകുന്നു. ഒഴികഴിവുകൾ ഒന്നുമില്ല. ജീവിതത്തിലെ ചില അധ്യായങ്ങൾ അടയ്ക്കുക, മെച്ചപ്പെട്ടവയെ ആരംഭിക്കാൻ. നിങ്ങളുടെ സാന്നിധ്യത്തെ വിലമതിക്കാത്തവരിൽ നിന്ന് അകലുക. ശ്രദ്ധയ്ക്കായി യാചിക്കരുത്. ശരിയായവ അത് സ്വതന്ത്രമായി ലഭിക്കും. ആളുകൾ വന്നു പോകുന്നു, ശരിയായവ എപ്പോഴും നിലനിൽക്കുന്നു. പ്രത്യുപകാരം ചെയ്യാത്ത ആളുകൾ